കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്ത ഇറാനിയൻ ബോട്ടിൽ എൻസിബിയും കസ്റ്റംസും പരിശോധന നടത്തി. കൊയിലാണ്ടി പുറംകടലിൽ കേരള തീരത്ത് വെച്ചായിരുന്നു കോസ്റ്റ് ഗാർഡ് ബോട്ട് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാവിലെയാണ് ബോട്ട് കെട്ടിവലിച്ച് കൊച്ചിയിലെത്തിച്ചത്. ബോട്ടിലുണ്ടായിരുന്ന 6 മത്സ്യത്തൊഴിലാളികളെയും ചോദ്യം ചെയ്യുകയാണ്. കൊയിലാണ്ടി പുറംകടലിൽ വെച്ച് കോസ്റ്റ് ഗാർഡ് കണ്ടെത്തി കസ്റ്റഡിയിലെടുത്ത ബോട്ടിൽ കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇറാനിൽ മത്സ്യബന്ധനത്തിന് പോയതാണെന്നും ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തിയതാണെന്നുമാണ് കസ്റ്റഡിയിലുള്ള മത്സ്യത്തൊഴിലാളികൾ നൽകിയ മൊഴി. കൊയിലാണ്ടിയിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ബോട്ട് കസ്റ്റഡിയിലെടുത്തത്. ഇന്ധനം തീർന്ന ബോട്ട് കെട്ടിവലിച്ചാണ് കൊച്ചിയിലെത്തിച്ചത്. കൊച്ചിയിലെത്തിച്ച ബോട്ടിൽ വിവിധ അന്വേഷണ ഏജൻസികൾ പരിശോധന നടത്തി. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, കസ്റ്റംസ്, കോസ്റ്റ് ഗാർഡ് വിഭാഗങ്ങൾ സംയുക്തമായാണ് ബോട്ടിൽ പരിശോധന നടത്തിയത്. ലഹരി വസ്തുക്കൾ എന്തെങ്കിലും കടത്തിയിട്ടുണ്ടോ എന്നും ലഹരിക്കടത്തിന് ബോട്ട് ഉപയോഗിച്ചിരുന്നോ എന്നുമാണ് പരിശോധിക്കുന്നത്. ഇറാനിൽ നിന്ന് 15,000 കോടി രൂപ വില വരുന്ന രാസ ലഹരി വസ്തുവുമായി പുറപ്പെട്ട പാക് ബോട്ട് നേരത്തെ നാവികസേനയും എൻസിബിയും ചേർന്ന് പിടികൂടിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കർശന പരിശോധന. ജനം, കൊച്ചി.